അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് 5 അതുപോലെ തന്നെ 7, 10, +2 എന്നീ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടെ തന്നെ 2023-24 പൊതുപരീക്ഷ നല്ല രീതിയിൽ നടക്കുകയും അൽഹംദുലില്ലാഹ് ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാനും കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്, ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഫസ്റ്റ് ക്ലാസ് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഈ പറഞ്ഞ പൊതുപരീക്ഷ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയമായിരിക്കും. ഈ സമയം നിങ്ങൾ വെറുതെ കളയരുത്. കാരണം ഇനി വരാനുള്ള പരീക്ഷയും ക്ലാസ്സും നിങ്ങൾക്കറിയാം. പ്രാക്ടിക്കൽ ക്ലാസ്സുണ്ട്, പരീക്ഷയുണ്ട്. മാർച്ച് 4, 5 തീയതികളിലായിട്ടാണ് പ്രാക്ടിക്കൽ ക്ലാസ് നടക്കുന്നത്. 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയായി നടക്കാൻ പോകുന്നത് മയ്യിത്ത് നിസ്കാരമാണ്. മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിലാണ് അതിനെപ്പറ്റി കൂടുതലായി നമ്മൾ പഠിച്ചത്. 4ാം ക്ലാസ്സിൽ ഫിഖ്ഹിൽ ലാസ്റ്റ് ഭാഗത്ത് മയ്യിത്ത് നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, ദുആകൾ, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, അതുപോലെ തന്നെ അതിൽ പ്രത്യേകമായി 3ാമത്തെ തക്ബീറിന് ശേഷം പ്രത്യേകമായി മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ ഉണ്ട്. ആ ദുആൻ്റെ അർത്ഥം കൂടെ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചു തരാം. പറയുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. ഇനി സമയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ് പഠിച്ചതാണ്, പക്ഷേ പിന്നീട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ ആളുകൾക്ക് മറന്നു പോയിട്ടുണ്ടാകും, ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും. സാധാരണ പാദവാർഷിക, അർദ്ധവാർഷിക പരീക്ഷകളിലും കൊല്ലപരീക്ഷകളിലൊക്കെ ഈ പറയുന്ന മയ്യിത്ത് നിസ്കാരത്തിലെ 3ാമത്തെ തക്ബീറിന് ശേഷം ചെല്ലുന്ന മയ്യിത്തിന് പ്രത്യേകമായുള്ള അത് ചോദിക്കാറുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് അങ്ങ് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ 4ാം ക്ലാസ്സിൽ ലാസ്റ്റ് ഭാഗത്ത്, ഫിഖ്ഹിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിച്ചു പോയതാണ്. പിന്നീട് ആ ഭാഗത്ത് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പരീക്ഷയും ക്ലാസ്സും നടക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മാർക്ക് ഇടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഇത്ര മാർക്ക് ഉണ്ടാവും. ആ മാർക്കാണ് പോവും ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെയാണ് മറ്റു ഫാത്തിഹ, കാര്യപ്പെട്ട ഫർളുകളൊക്കെ ഉണ്ടാവും. ആ ഫർളുകളൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ കൂടുതൽ മാർക്ക് ഉണ്ടാവുക. സുന്നത്തിന് മാർക്ക് കുറവായിരിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു മോഡൽ പേപ്പർ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ എങ്ങനെയായിരിക്കാം, ഇവിടെ ഒരു ഏകദേശമാണ്, ഉറപ്പില്ല. ഒരു ഏകദേശം ഒരു മോഡൽ ഞാൻ വിട്ടു തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാം. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ പ്രാക്ടിക്കൽ പരീക്ഷ നടന്നിട്ട്, അതായത് ക്ലാസ്സും അതുപോലെ തന്നെ പരീക്ഷ നടക്കുന്നുണ്ടല്ലോ, ആ പരീക്ഷൻ്റെ മാർക്ക് പൊതുപരീക്ഷയിൽ കൂട്ടുമോ, അതും കൂടെ കൂട്ടിയിട്ടാണോ വിജയം നോക്കുന്നത് എന്ന്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറെ, ഇത് വേറെ. പൊതുപരീക്ഷ വേറെയാണ്, പ്രാക്ടിക്കൽ പരീക്ഷ വേറെയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പറയുന്നുണ്ട്. പൊതുപരീക്ഷ അല്ലാത്ത ക്ലാസ്സുകളിലെ പ്രാക്ടിക്കൽ കോഴ്സിനെ പ്രവൃത്തി ദിനത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഹാജർ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്കും ക്ലാസ് കയറ്റത്തിന് പരിഗണിക്കേണ്ടതാണ്. അത് പൊതുപരീക്ഷയല്ല, മറ്റു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ്. ഉദാഹരണത്തിന് 6, 7 8, 9, 10 +1 ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, പൊതുപരീക്ഷ ഇല്ലാത്ത ക്ലാസ്സുകൾ. ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പരിഗണിക്കുകയും ചെയ്യും. അതായത് ഈ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്ക് അതിലേക്ക് കൂട്ടും. എന്നാൽ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് അതെന്ത് ചെയ്യില്ല, പൊതുപരീക്ഷയിൽ പരിഗണിക്കില്ല. അത് വേറെ ആയിട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ. പൊതുപരീക്ഷ വിദ്യാർത്ഥികൾ 5, 7, 10, +2 എന്നീ വിദ്യാർത്ഥികൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നതും അതുപോലെ പരീക്ഷ എഴുതുന്നതും പ്രത്യേകം മദ്രസകളിൽ നിന്നും അനുമോദനം ലഭിക്കും. അതായത് അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മദ്രസാ തലത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ ഉണ്ടാകും.
ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ടാകും. അത് സർക്കുലർ വന്നിട്ടുള്ളതാണ്. എന്നാൽ 8, 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് നടക്കാൻ പോകുന്നത് മയ്യിത്ത് നിസ്കാരമല്ല, മറിച്ച് അവർക്ക് ജമാഅത്ത് നിസ്കാരമാണ്. ഒരു ഇമാമും മഅ്മൂമീങ്ങളും നിന്നിട്ടുള്ള നിസ്കാരം, ജമാഅത്ത് നിസ്കാരം. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ തുടരിൽ ഷർത്തുകളുണ്ട്, ഇമാമിൻ്റെ ഷർത്തുകളുണ്ട്. അതുപോലെ തന്നെ തുടരിൽ സ്വഹീഹാകാനുള്ള ഷർത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുക. അതൊക്കെ നമ്മുടെ 6ാം ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്, അതുപോലെ 4ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ 6, അതുപോലെ 4 എന്നീ 2 ക്ലാസ്സുകളിലെ ഫിഖ്ഹിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ പഠിച്ചു പോയതാണ്. നമ്മളത് വീണ്ടും വീണ്ടും എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സും പരീക്ഷയൊക്കെ നടത്തുന്നത്. അപ്പോൾ മാർച്ച് 4, 5 തീയതികളിലാണ് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് എല്ലാവരും ഹാജരായിരിക്കണം. യാതൊരു കാരണവശാലും ആ 2 ക്ലാസ് മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ആ 2 ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആരും തന്നെ ക്ലാസ് കളയരുത്. പൊതുപരീക്ഷ ഇല്ലാത്ത ക്ലാസ്സുകൾക്ക് പ്രത്യേകം ക്ലാസ് കയറ്റത്തിനൊക്കെ അത് പരിഗണിക്കും. ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ള അപ്ഡേറ്റുകളൊക്കെ ഞാൻ ശേഷം അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.